ആഗോള അയ്യപ്പ സംഗമത്തിൽ ദുരൂഹതയുണ്ടാക്കാനും ആഗോള അയ്യപ്പ സംഗമത്തെ ഈ സ്വർണം കട്ടെടുത്തവർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വരുന്നു എന്നുള്ള രാഷ്ട്രീയ വിശദീകരണം നടത്താനും രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനും പ്രതിപക്ഷത്തിന് ആയുധമായി മാറിയ ആളിൻ്റെ പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠം കാണാനില്ല എന്ന് പറയുമ്പോൾ അന്ന് ഒരേപോലെ അത് ഏറ്റെടുത്തത് BJPയും കോൺഗ്രസുമാണ്. അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ഏറ്റെടുത്തത് BJPയും കോൺഗ്രസുമാണ്. ഇന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നു എന്നല്ല, കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തേക്ക് വെളിപ്പെട്ട് വരുമ്പോൾ പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ മാറുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ആദ്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്. ആഗോള അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നയാൾ ഒടുവിൽ സ്വയം പൊളിഞ്ഞ് പാളീസാവുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ രണ്ട് സാധ്യതകളാണുള്ളത്. അതിനു മുമ്പ് ഞാൻ ഈ 1981 ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഒരു കവർച്ച നടന്നതിന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന് ഭരിച്ചിരുന്നത് നയനാ സർക്കാരാണ്. ഇടത് സർക്കാരിൻ്റെ കാലത്താണ് കേരളത്തിൽ കുപ്രസിദ്ധമായ ഒരു മോഷണം ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതാണ് ഈ ഏറ്റുമാനൂരിലെ വിഗ്രഹം തന്നെ അടിച്ചുകൊണ്ടുപോയി. സ്വർണ്ണ വിഗ്രഹമായിരുന്നു. ആ വിഗ്രഹം 7.5 പൊന്നാനെ അടിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്. പക്ഷേ സ്വർണ്ണ വിഗ്രഹമാണ് അടിച്ചുകൊണ്ട് പോയത്. വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടായി. രാഷ്ട്രീയ പാർട്ടികൾ ഇളകി, ഭക്തന്മാരിളകി. ഇടതുപക്ഷത്തിലാണെങ്കിൽ നിൽക്കക്കള്ളിയില്ലാതെ വരുന്ന സാഹചര്യം ഉണ്ടായി. ഇതെവിടെയെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒടുവിൽ ഒരു 8 വയസ്സ് മാത്രമുള്ള രമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യത്തിൽ പോലീസ് ഇത് പാറശാലയിൽ നിന്ന് കണ്ടെത്തുകയാണ്. സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു മോഷ്ടാവിൻ്റെ പുരയിടത്തിലെ വാഴയുടെ ചുവട്ടിൽ നിന്നാണ് ഈ വിഗ്രഹം വന്ന് കണ്ടെത്തുന്നത്. അതിന് കാരണമായത് ക്ഷേത്രം പൊളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ പാരയിൽ ഈ രമണി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പേരെഴുതിയ ഒരു കടലാസ് ഉണ്ടായിരുന്നു. ആ രമണിയിലേക്കാണ് പിന്നീട് അന്വേഷണം പോയത്. അന്ന് EK നരഹരി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിയുന്ന സമയത്ത് ഭഗവാൻ എന്തിനാടോ പാറാവോ എന്ന് തമാശയ്ക്ക് ചോദിക്കുന്നത് പിന്നീട് വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദമായിട്ട് മാറിയ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ അന്നും ആരോപിച്ചിരുന്നത് എന്താണ്? ഇടതുപക്ഷം അടിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ്. ഒടുവിൽ അടിച്ചുകൊണ്ട് പോയത് ഒരു കള്ളനാണെന്നും ആ കള്ളൻ്റെ പേര് സ്റ്റീഫൻ എന്നാണെന്നും സ്റ്റീഫനെ പാറശാലയിൽ വെച്ച് പൊക്കിയതും അതേ സർക്കാരാണ്. അങ്ങനെയാണ് അന്ന് ആ വിഗ്രഹം അവിടെ കണ്ടെത്തുന്നത്. ഇവിടെ അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. ആഗോള സംഗമം പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവതരിച്ച ഒരാൾ പിന്നീട് ഈ വിശ്വാസക്കടത്തും സ്വർണ്ണക്കടത്തുമായി ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ട് സാധ്യതകളേ ഉള്ളൂ. ചുരുക്കി പറയാം. ഒന്ന്, 1999 കൊണ്ടുവന്ന ഈ വിജയമല്യ സ്വർണം പാകിയ 5 കിലോഗ്രാം സ്വർണം, 2.5 കിലോ വീതം 2 പാളികൾക്കുമായിട്ട് 2 ശില്പങ്ങളിലുമായിട്ട് പാകിയ ആ പാളികൾ 2019 ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ കൃത്യമായ മഹസർ ഉണ്ടായിരുന്നോ? 5 മഹസറുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 5 മഹസറുകളിൽ ഏതെങ്കിലും ഒരു മഹസറിലെങ്കിലും എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണോ? ഇനിയും പുറത്തു വന്നിട്ടില്ല ആ മഹസറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഇപ്പോൾ സെന്തിൽനാഥ് പറഞ്ഞത് ശരിയാണെങ്കിൽ 2.5 കിലോഗ്രാം വീതമുള്ള 5 കിലോഗ്രാം സ്വർണ്ണപ്പാളി ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ടാവണം. ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ടായേ മതിയാവൂ. കാരണം അവിടെ നിന്ന് ഈ സ്വർണം മാറ്റിയതിനു ശേഷം ചെമ്പുപാളിയാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് രേഖകളിലുള്ളത്. അത് ദേവസ്വം ബോർഡിൻ്റെ രേഖകളിലും അങ്ങനെയാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകളിലും അങ്ങനെയാണ്, അവിടെ കമ്പനിയുടെ വക്താവ് പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കിട്ടിയിരിക്കുന്നത് ചെമ്പുപാളി മാത്രമാണ്, അതിൽ സ്വർണ്ണമില്ല. അങ്ങനെയാണെങ്കിൽ അതിലുള്ള 5 കിലോഗ്രാം സ്വർണം അതിൽ പൂർണ്ണമായിട്ടും കിട്ടില്ല. അതിൽ സെന്തിൽനാഥ് പറയുന്നത് പോലെ 20 വർഷം കൊണ്ട് ചിലപ്പോൾ കൈയുടെ സ്പർശം കൊണ്ടൊക്കെ ചിലത് പോകാം. പോട്ടെ, ഒരു 1/2 കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടാൽ പോലും ഒരു 4-4.25 കിലോ സ്വർണം അതെവിടെ പോയി എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. അത് ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ ഗുരുതരമായ ആരോപണം ഈ ദേവസ്വം ബോർഡ് നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൻ്റെ വിവരങ്ങൾ ഇനി പുറത്തു വരണം. ഇതാണ് ഇനി അവിടെ ഇല്ലെങ്കിലോ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? മഹേഷ് പണിക്കർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. സെന്തിൽനാഥ് പറയുന്നത് സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയും എന്നാണ്. ഇതിലൊരു സംശയം അവിടെയുണ്ട്. സാങ്കേതികമായിട്ടൊരു സംശയം അവിടെ ബാക്കി നിൽക്കുന്നു. അങ്ങനെ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ സാഹചര്യം നമ്പർ 2, സിറ്റുവേഷൻ നമ്പർ 2, അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ സാധനവും അടിച്ചുകൊണ്ട് പോയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ പണ്ട് ശബരിമലയിലെ കഥ പറയുന്നത് പോലെ പന്തളത്തെ രാജ്ഞിക്ക് വേണ്ടിയിട്ട് പുലിപ്പാലി തേടിപ്പോയതുപോലെ ഏതോ ഒരു ധനികനായ വ്യവസായിയോ സിനിമാ താരമോ അയാൾ സ്വപ്നം കണ്ട ഒരു പുലിപ്പാലാണോ യഥാർത്ഥത്തിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ ഈ പാളി? അങ്ങനെയാണെങ്കിൽ വിലമതിക്കാനാവാത്ത ഒരു ദ്വാരപാലക ശില്പപാളി ഇതാ കൊണ്ടുതരുന്നു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ആരാരും അറിയാതെ 1999 മുതൽ 20 വർഷക്കാലം ശബരിമല അയ്യപ്പനെ കാത്തു സൂക്ഷിച്ച കടുത്തസ്വാമിയുടെയും കറുപ്പസ്വാമിയുടെയും ഒക്കെ ആ ദ്വാരപാലക ശില്പപാളികൾ ഏതെങ്കിലും ഒരു ധനികനായ വ്യക്തിയുടെ വീട്ടിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ 2 സാധ്യതകളാണ്. ഒന്നുകിൽ സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിൽ ഉണ്ടാവും, അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും
കൊണ്ടുപോയിരിക്കുന്നത് സ്വർണം വിൽക്കാനല്ല, സ്വർണത്തേക്കാൾ വിലമതിക്കുന്ന വിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ധനികന് വേണ്ടി വിറ്റിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ജയറാം പറയുന്നത് പോലെ വലിയ രീതിയിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് ജയറാം പറയുന്നത്. അത് അവിടെ വെച്ച് പൂജിച്ചു പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ്. വലിയ ആചാര സംരക്ഷണമുള്ള, വലിയ വിശ്വാസ സംരക്ഷണമുള്ള ഒരു വസ്തുവാണ് അത് എന്നത് പോലും ജയറാം മറന്നുപോയി എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. അവിടെ കൊണ്ടുപോയി പൂജിച്ച് അത് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. വീട്ടിൽ പൂജ മാത്രമല്ല, കോട്ടയത്ത് പൂജ നടത്തി, ക്ഷേത്രത്തിൽ പൂജ നടത്തി. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ഈ പാളിയുടെ മുൻപിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതെന്താണെന്നറിയാമോ? ഏറ്റവും ഒടുവിൽ ഇത് ബാംഗ്ലൂരിൽ എത്തിച്ചുവെന്നും ബാംഗ്ലൂരിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ ശബരിമലയിലേക്ക് കൊണ്ടുവരിക. റൂട്ട് മാപ്പ് വളരെ ക്ലിയർ ആണ്. അങ്ങനെയാണ് ഈ സ്വർണം മോഷ്ടിച്ചിട്ടാണ് പോയെങ്കിൽ 9 പേരാണ് ഒപ്പിട്ടിരിക്കുന്നത് ഓർഡറിൽ. തിരുവാഭരണം ഏറ്റവും ഇവരെല്ലാവരും കുടുങ്ങും കേട്ടോ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ സ്റ്റീഫൻ എങ്ങനെ കുടുങ്ങിയോ അതേപോലെ ഇവരെല്ലാവരും കുടുങ്ങും എന്നുള്ളതാണ്. അപ്പോൾ സാധ്യത രണ്ടാണ്. ഒന്നുകിൽ സ്വർണം മാത്രം ഇതിൽ നിന്ന് വേർതിരിച്ചെടുത്ത് കൊണ്ടുപോയി ആ സ്വർണം അടിച്ചു മാറ്റി വിറ്റു, അതല്ലെങ്കിൽ സ്വർണത്തേക്കാൾ വിലമതിക്കുന്ന വിശ്വാസം വിൽക്കാൻ വേണ്ടി ആ പാളി അപ്പാടെ ഇളക്കി കൊണ്ടുപോയി. അമ്പലം വിഴുങ്ങി എന്നൊക്കെ നമ്മൾ പറയും. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടത് അല്ലല്ല, എന്തിനാ സോണിയാഗാന്ധിയെ കണ്ടത്? എന്തിനാണ് അടൂർ പ്രകാശിന് സമ്മാനം കൊടുത്തത്? എന്തിനാണ് ഓരോരോ നേതാക്കളെ കണ്ടിരിക്കുന്നത്? ബാക്കി നേതാക്കളുടെ പേര് വിവരങ്ങളൊക്കെ നാളെ പുറത്തു വരും. ഫോട്ടോ വരുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആണ്. സോണിയാഗാന്ധിയുടെ വന്നു, അടൂർ പ്രകാശിന്റെ വന്നു, നേതാക്കന്മാരെയൊക്കെ കണ്ടതിന്റെ ഫോട്ടോകൾ പുറത്തു വരുന്നുണ്ട്. ശ്രീജിത്തിനെ കണ്ടത് പുറത്തു വരുന്നുണ്ട്. കോടതി അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് വന്നിട്ടൊരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റൂ. നമുക്ക് തന്നെ ഇതിനകത്ത് എന്താ സംഭവിച്ചത്? മഹാശ്രീകൾ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് അന്വേഷണം പൂർത്തിയായിട്ടില്ല. നാളെയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. നാളെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതുകൊണ്ട് സർക്കാരിനെ വിമർശിക്കാൻ നടന്നതല്ലേ BJP? എന്നിട്ട് എന്തായി? ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിനെ എൻഡോസ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്തായി? അതാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവതരിപ്പിച്ചത് എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വരട്ടെന്നേ. അതാണ് ആ വിവരങ്ങൾ. ഈ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ആവർത്തിച്ചു പറഞ്ഞ് സർക്കാരിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന 2 പാർട്ടിയുടെ നേതാക്കളുണ്ടല്ലോ. അവരൊക്കെ ഇതിന് സമാധാനം പറയുന്നത് കാത്തിരിക്കാം. അതെ, ആ വാഹനം കാണുന്നത് ഭീമയാണ്. ഭീമയെ കുറിച്ച് താങ്കൾക്ക് പരാതിയുണ്ടോ? ഞാൻ എന്തിനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി താങ്കൾക്ക് പരാതിയുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇത് ആഭ്യന്തര വകുപ്പിനെ അറിയിക്കുന്നത്. ഇങ്ങനെ ഒരു സ്പോൺസർ വന്നിട്ടുണ്ടെന്നും ഈ ജീപ്പിന്റെ കീ തരാമെന്നും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് കൊടുക്കുന്നത്. ഈ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, അതെ, സ്വർണം കാണാൻ അതാണ് വിഷയം. സ്വർണം കാണാനിൽ ഞാൻ അതിനേക്കാൾ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വർണം 4 കിലോയുടെയാണ്. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ വലുതാണ് സ്വർണ്ണപ്പാളി അടക്കമുള്ള ആ പഴയ ഫ്രെയിം, ആ പഴയ പാളി പൂർണ്ണമായിട്ടും ഇയാൾ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അയാൾ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ പുറത്ത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു വലിയ വിശ്വാസത്തെയാണ് ഇയാൾ കടത്തിയിരിക്കുന്നത്. സ്വർണം പൈസ കൊടുത്താൽ കിട്ടും. ആ സ്വർണത്തിനേക്കാൾ മേൽ വിലമതിക്കുന്ന ഒന്നാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, വിഗ്രഹത്തിന് നിങ്ങൾ അടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വർണത്തിന് വിലയല്ലല്ലോ വിഗ്രഹത്തിനുള്ളത്, ആ ഫ്രെയിമിന്റെ വിലയാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതെ, അത് കൊടുത്തുവിട്ടതിലാണ് അവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതിലാണ് ഇവരെല്ലാവരും കുടുങ്ങാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉണ്ണി തിരുമേനി എന്ന് പറയുന്നയാൾ ഒരു വഴിപാട് നൽകാൻ വന്ന പണമുള്ള ഒരു സ്പോൺസർ. അത് മാത്രമായിരുന്നു. അപ്പൊ ദുരൂഹത ഏറുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ദുരൂഹത ഏറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അത് നാളെ വിജിലൻസ് ചോദ്യം ചെയ്യാൻ പോകുന്നു. അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊരു സ്വതന്ത്ര അന്വേഷണത്തിൽ ഇപ്പോൾ KTS ശങ്കരനാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വെളിവാവട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, 99 മുതൽ ഇതുവരെ രേഖകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡിന് കാലാകാലങ്ങളിലുള്ള ദേവസ്വം ബോർഡിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് PS പ്രശാന്ത് തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വിവരവും വെള്ളിയാഴ്ചയും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു രേഖയും അവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. തോന്നുംപടിയായിരുന്നു കാര്യങ്ങളൊക്കെ. അവതാരങ്ങൾക്ക് ഇഷ്ടം പോലെ വന്ന് അവിടെ മുറികൾ ഉപയോഗിക്കാനും അവിടെ പടിപൂജ നടത്താനും ഈ പറയുന്ന വഴിപാടുകൾ ചിലർക്ക് നടത്തിക്കൊടുക്കാനുമുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ ഒരുങ്ങിയിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇതൊടുവിൽ അയ്യപ്പൻ ഇതിനെ തുണച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ചെമ്പ് തെളിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Meet the editors.